സൈക്കോളജിയിൽ പൊതുവെ പറയുന്ന തിയറിയാണ് ഗ്യാപ്പ് ഫില്ലിംഗ് മൂവ്മെന്റ്. എന്താണ് ഗ്യാപ്പ് ഫില്ലിംഗ് മൂവ്മെന്റ്? അതായത് ഗ്യാപ്പ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മുകളിലോട്ട് ചാടുകയും താഴോട്ട് പോവുകയും ചെയ്യുന്നതാണ് ആ ഒരു ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ. അപ്പം അതിനൊരു കണ്ടിന്യൂസ് മൂവ്മെന്റ്. സാധാരണ നമ്മൾ സ്റ്റോക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ട്രെൻഡിലും കണ്ടിന്യൂസ് ആയിരിക്കുമല്ലോ. ഇവിടെ കണ്ടിന്യൂസ് ആയിരിക്കില്ല, അവിടെ ഗ്യാപ്പ് എടുത്തിട്ട് മുകളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കേസിൽ യൂഷ്വലി പറയുന്നത് അതിന് ഗ്യാപ്പ് ഫില്ലിംഗ് മൂവ്മെന്റ് വരുമെന്നാണ് സാധാരണഗതിയിൽ. അതായത് ഗ്യാപ്പ് അപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും തിരിച്ച് താഴോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. 3 കാര്യങ്ങളാണ് അതിനായിട്ട് പറയാനുള്ളത്. ഒന്ന്, ചിലപ്പോൾ ഇമോഷണൽ റിയാക്ഷൻ കൊണ്ട് ആളുകളുടെ ഗ്യാപ്പ് അപ്പ് ആയതാവാം അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ആയതാവാം. അപ്പോൾ അത് സ്വയം കറക്റ്റ് ചെയ്യാൻ ഇക്വിലിബ്രിയത്തിൽ വരാനായിട്ട് അത് സ്വയം ശ്രമിക്കുമെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താ പറയുക, അതായത് ഈ മൂവ്മെന്റിന് കാരണം എന്താ പറയുക, കുറേ പേര് പ്രോഫിറ്റ്സ് എടുത്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ തന്നെ പ്രോഫിറ്റ് ടേക്കേഴ്സ് അത് വീണ്ടും പ്രോഫിറ്റ് ഇട്ട് അത് സെല് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നുള്ളത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് മതിയായ സപ്പോർട്ടോ റെസിസ്റ്റൻസോ ഇല്ലാതെയാണ് ഈ മൂവ്മെന്റ് ഉണ്ടായിട്ടുള്ളത്. ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താ പറയുക, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാവാനായിട്ട് ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ വേണം. അപ്പം റെസിസ്റ്റൻസ് പറഞ്ഞാൽ റെസിസ്റ്റൻസിൽ നിന്ന് എന്താ പറയുക താഴോട്ട് വരുന്നതും, സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് വരുന്നതാണ്. അപ്പോൾ അതില്ലാതെ വരുമ്പോഴും അതും സ്വയം കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമെന്നുള്ളതാണ്.